നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ന് നമുക്കുള്ളത് ഇന്ത്യയാണെന്നും കൈവിട്ടുപോയ ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന അഖണ്ഡ ഭാരതമാണ് BMSന്റെ ലക്ഷ്യമെന്നും സംസ്ഥാന പ്രസിഡന്റ് B. ശിവജി സുദർശൻ. ഭാരതത്തിന്റെ ഭാവി ശോഭനമാക്കാൻ തൊഴിലാളി വർഗത്തിന് വലിയ കടമ നിർവഹിക്കാനുണ്ടെന്നും ശിവജി സുദർശൻ. പാലക്കാട്ട് BMS യുവകാര്യകർതൃ ശിബിരം. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 1.5 മാസമായി തുടരുന്ന ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധി പരിഹരിക്കാൻ ഡോക്ടറെ സ്ഥലം മാറ്റി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. ആലപ്പുഴ, തൃശൂർ മെഡിക്കൽ കോളേജുകളിലെ കാർഡിയോ സർജർമാരെ പരസ്പരം സ്ഥലം മാറ്റി. ഉത്തരവിനെതിരെ ട്രൈബ്യൂണലിനെ സമീപിക്കുമെന്ന് തൃശൂരിലെ സർജൻ ഡോക്ടർ അഷറഫ് ഉസ്മാൻ. സംസ്ഥാനത്തെ സ്കൂൾ സമയമാറ്റം മദ്രസ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ. സമയമാറ്റം ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കാൻ. സമയമാറ്റം തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭമെന്ന് മുന്നറിയിപ്പ്. തൃശൂരിൽ കോൾപ്പാടത്ത് കുളിക്കാനിറങ്ങിയ വാടാനാംകുറിശി സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മരിച്ചത് വാടാനാംകുറിശി കളത്തിൽ തൊടി വീട്ടിൽ മുഹമ്മദ് ഹാഷിം. അപകടം പുള്ളിൽ പാടത്ത് ഇന്നലെ വൈകിട്ട്. വാർത്തകൾ വിശദമായി. ഇന്ന് നമുക്കുള്ളത് ഇന്ത്യയാണെന്നും കൈവിട്ടുപോയ ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന അഖണ്ഡ ഭാരതമാണ് ഭാരതീയന്റെ ലക്ഷ്യമെന്നും BMS സംസ്ഥാന പ്രസിഡന്റ് B. ശിവജി സുദർശൻ. പാലക്കാട്ട് BMS യുവ കാര്യകർതൃ ശിബിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർത്തമാനകാലത്തെ ദർശിച്ചുകൊണ്ട് ഭാവി രൂപപ്പെടുത്തണമെന്നും ശിവജി സുദർശൻ ചൂണ്ടിക്കാട്ടി. ഭാരതമെന്ന വാക്കിന് പ്രകാശം, അറിവ്, ജ്ഞാനം എന്നൊക്കെയാണ് അർത്ഥം. ഈ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടാണ് BMS പ്രവർത്തിക്കുന്നത്. ഭാരതത്തിൻ്റെ എല്ലാ മേഖലകളും പ്രകാശപൂരിതമാകണം. പാകിസ്ഥാൻ, മ്യാൻമർ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നിവയുൾപ്പെടുന്നതാണ് അഖണ്ഡ ഭാരതം. ഇന്ത്യയുടെ സമ്പത്തായ സിന്ധ് ഇന്ന് പാകിസ്ഥാൻ്റെ കൈവശമാണ്. കൈലാസവും നമുക്ക് നഷ്ടമായി. ഇവയെല്ലാം ചേർത്ത് പിടിക്കാനുള്ള ഭാവി പ്രവർത്തനത്തിന് വർത്തമാനകാലത്തിൽ തന്നെ രൂപങ്ങളുണ്ടാകണം. ഭാരതത്തിൻ്റെ ഭാവി ശോഭനമാകാൻ തൊഴിലാളി വർഗത്തിന് വലിയ കടമ നിർവഹിക്കാനുണ്ടെന്നും BMSലൂടെ മാത്രമേ അത് സാധ്യമാകൂവെന്നും ശിവജി സുദർശൻ പറഞ്ഞു. ഭാരതീയ മസ്ദൂർ സംഘം, അപ്പോൾ ഭാരതീയ മസ്ദൂർ സംഘം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. പ്രകാശം ലഭിക്കുന്ന ഇടം, പ്രകാശം ലഭിക്കുന്ന ഇടം എന്നുള്ള സങ്കല്പത്തിൽ ഭാരതം എന്നത് നമ്മുടെ രാജ്യത്തെയും അതിൻ്റെ സമ്പന്നമായ ചരിത്രത്തെയും സംസ്കാരത്തെയും ജ്ഞാനത്തെയും സൂചിപ്പിക്കുന്ന പദമാണ് ഭാരതം എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തെല്ലാം ഉണ്ട്. വെളിച്ചമുണ്ട്, ജ്ഞാനമുണ്ട്, അറിവുണ്ട്, എല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ ഭാരതമെന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ധാർമ്മികമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനപരമായ മൗലികമായ നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ള കാഴ്ചപ്പാട്. ധാർമ്മികമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളത് ഭാരതത്തിൻ്റെ, നമുക്കറിയാം, ഭാരതത്തിൻ്റെ ഭൂതകാല വൈഭവം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ എല്ലാം ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഒരു പൊതു കാഴ്ചപ്പാടാണ്. പൂർവകാല വൈഭവം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഭാരതം. ആ ഭാരതം എന്ന് പറയുമ്പോൾ നമ്മൾ അഖണ്ഡ ഭാരതത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. BMS പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം അധ്യക്ഷത വഹിച്ചു. K. സുധാകരൻ, K. രാജേഷ്, P. K. ബൈജു, M. ഗിരീഷ്, അഡ്വക്കേറ്റ് P. മുരളീധരൻ, C. ബാലചന്ദ്രൻ, V. ശിവദാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 1.5 മാസമായി തുടരുന്ന ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധി പരിഹരിക്കാൻ ഡോക്ടറെ സ്ഥലം മാറ്റി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. ആലപ്പുഴ, തൃശൂർ മെഡിക്കൽ കോളേജുകളിലെ കാർഡിയോ സർജർമാരെ പരസ്പരം സ്ഥലം മാറ്റിയാണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഉത്തരവിനെതിരെ ട്രൈബ്യൂണലിനെ സമീപിക്കുമെന്ന് തൃശൂരിലെ സർജൻ ഡോക്ടർ അഷറഫ് ഉസ്മാൻ പറഞ്ഞു. പെർഫ്യൂഷനിസ്റ്റിന്റെ കാര്യക്ഷമതയിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഹൃദയ ശസ്ത്രക്രിയകൾ നിർത്തിവെച്ച കാർഡിയോ വാസ്കുലർ ആൻഡ് തെറാസിക് സർജറി വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഷ്റഫ് ഉസ്മാനെയാണ് ആലപ്പുഴയിലേക്ക് സ്ഥലം മാറ്റിയത്.
അടുത്തിടെ ശസ്ത്രക്രിയ നടത്തിയ 2 രോഗികളിൽ ഒരാൾ മണിക്കൂറുകൾക്കകവും രണ്ടാമത്തെയാൾ 2 ദിവസത്തിനു ശേഷവും മരിച്ചതിന് കാരണം പെർഫ്യൂഷനിസ്റ്റ് ജോലി ചെയ്തവരുടെ പരിചയക്കുറവാണെന്നും രോഗികളുടെ ജീവൻ വെച്ച് റിസ്ക് എടുക്കാൻ തയ്യാറല്ലെന്നും ഡോക്ടർ അഷ്റഫ് അന്വേഷണ കമ്മീഷന് മറുപടി നൽകിയിരുന്നു. എന്നാൽ പ്രവൃത്തി പരിചയമുള്ള പെർഫ്യൂഷനിസ്റ്റിനെ നിയമിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ആവശ്യം പരിഗണിക്കാതെ ഡോക്ടറെ സ്ഥലം മാറ്റിയാണ് ജൂൺ 9 ആരംഭിച്ച ചികിത്സാ പ്രതിസന്ധിക്ക് അധികാരികൾ പരിഹാരം കണ്ടത്. താൻ തൃശ്ശൂരിൽ 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂവെന്നും 3 വർഷം വരെ കാലാവധിയുണ്ടെന്നും ഡോക്ടർ അഷ്റഫ് ഉസ്മാൻ പറഞ്ഞു. അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ താൻ തൃശ്ശൂരിലേക്ക് സ്ഥലമാറ്റം ആവശ്യപ്പെട്ടു വന്നതാണെന്നും സ്ഥലം മാറ്റത്തിനെതിരെ ട്രൈബ്യൂണലിനെ സമീപിക്കുമെന്നും ഡോക്ടർ അഷ്റഫ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. സംസ്ഥാനത്തെ സ്കൂൾ സമയമാറ്റം മദ്രസ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ. സ്കൂൾ സമയമാറ്റം ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് SKMMA പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ നാസർ കാളമ്പാറ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മദ്രസ മതപഠനത്തിന് വിഘാതമുണ്ടായാൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും അബ്ദുൽ നാസർ കാളമ്പാറ പറഞ്ഞു. സംസ്ഥാനത്ത് 11,000-ലധികം മദ്രസ മതപഠന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ 7:30 മുതൽ 9:30 വരെയാണ് മതപഠനം. 10 മണിക്ക് ആരംഭിച്ചിരുന്ന സ്കൂൾ സമയം 9:45 മതപഠനത്തിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. 220 പ്രവൃത്തി ദിവസം അല്ലെങ്കിൽ 11,000 മണിക്കൂർ ക്ലാസ് എന്നതാണ് ഹൈക്കോടതി നിർദ്ദേശം. ഹൈക്കോടതി നിർദ്ദേശം നടപ്പിലാക്കാൻ മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കാമെന്നിരിക്കെ മതപഠനത്തിന് സമയനഷ്ടമുണ്ടാക്കുന്നത് അംഗീകരിക്കാനാകില്ല. പ്രശ്നം രമ്യമായി പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തെ നേരിടേണ്ടി വരുമെന്നും അബ്ദുൽ നാസർ കാളമ്പാറ വ്യക്തമാക്കി. ഏകദേശം 11,007 മദ്രസകൾ നിലവിൽ മൊത്തത്തിൽ വർക്ക് ചെയ്യുന്ന വിദ്യാഭ്യാസ ബോർഡിൽ ഏകദേശം 12 ലക്ഷം കുട്ടികൾ ഇതിൻ്റെ കീഴിൽ പഠിക്കുന്നു. പാലക്കാട് ജില്ലയിൽ മാത്രം 921 മദ്രസകളും 1,10,452 വിദ്യാർത്ഥികളും 3,300ഓളം അധ്യാപകരും നമ്മുടെ പാലക്കാട് ജില്ലയിൽ മാത്രം ജോലി ചെയ്യുന്നുണ്ട്. ഇത് നിലവിലെ സമയം 7:30 മുതൽ 9:30 വരെയാണ് മദ്രസകളുടെ സമയം. ഇത്രയും കാലങ്ങളായിട്ട് വർഷങ്ങളോളായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അത് 9:45 കുട്ടികൾക്ക് ഇത്രയും പെട്ടെന്നൊരു സമയത്ത് സ്കൂളിലേക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു സംവിധാനമായി മാറിയിട്ടുണ്ട്. അത് കുട്ടികളായിക്കോട്ടെ രക്ഷിതാക്കളായിക്കോട്ടെ അവരുടെ ഈ മതപഠനം കഴിഞ്ഞതിന് ശേഷം സ്കൂളിലേക്ക് 9:45 എത്തുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള സംവിധാനമായി മാറി. പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ 9:45 എന്നുള്ള സമയത്തിലേക്ക് ഹൈസ്കൂൾ ടൈമാണ് മാറ്റിയിട്ടുണ്ടായത്. പക്ഷെ ഹൈസ്കൂൾ സമയം മാറ്റിയ സമയത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്ന നമ്മുടെ ജില്ലയിലൊക്കെ ഹൈസ്കൂളും LP UP സ്കൂളും ഒരേ സ്ഥാപനത്തിൽ ഒരുമിച്ച് ഒരു HMന്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ 9:45 സ്കൂള് ഹൈസ്കൂൾ ആരംഭിക്കുകയും 10 മണിക്കാണ് LP UP ആരംഭിക്കുന്നത്. അവിടെ വരുന്നത് 9:45 ബെല്ലടിക്കും, 10 മണിക്ക് LP UP ബെല്ലടിക്കും. പിന്നീട് ഒന്നാമത്തെ പീരീഡ് കഴിയുമ്പോൾ 10:30 ബെല്ലടിക്കുന്നു, LP UP 10:45 അടിക്കുന്നു. അങ്ങനെ ആ സംവിധാനം വന്നതോടുകൂടി സ്കൂളുകളിലൊക്കെ ആ ഒരു പ്രയാസം അനുഭവപ്പെടുകയും ഈ LP UP കൂടി സമയം 9:45 മാറ്റി LP UP ഹൈസ്കൂളൊക്കെ ഒരുമിച്ച് 9:45 പോവുകയാണ്. അത് മദ്രസ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ പ്രയാസമുണ്ട്. SKMMA സമരസമിതി ചെയർമാൻ PM യൂസഫ്, ട്രഷറർ റിയാസ് മംഗലശ്ശേരി, തൗഫീഖ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ പുള്ളിൽ പാടത്ത് കുളിക്കാനിറങ്ങിയ വാടാനംകുറിശി സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കൂട്ടുകാർക്കൊപ്പം പാടത്ത് കുളിക്കാനിറങ്ങിയ വാടാനംകുറിശി കളത്തിൽത്തൊടി വീട്ടിൽ 22 വയസ്സുള്ള മുഹമ്മദ് ഹാഷിമാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരമാണ് വാടാനംകുറിശി കളത്തിൽത്തൊടി വീട്ടിൽ റസാഖിന്റെ മകൻ മുഹമ്മദ് ഹാഷി കൂട്ടുകാരും ഉൾപ്പെടുന്ന 15-അംഗ സംഘം തൃശൂർ പുള്ളിൽപ്പാടത്ത് എത്തിയത്. ഇവർ പാടശേഖരത്തിൽ കുളിക്കാൻ ഇറങ്ങുകയും ഇതിൽ 4 പേർ വെള്ളത്തിൽ മുങ്ങി താഴുകയുമായിരുന്നു. 3 പേരെ രക്ഷിച്ചെങ്കിലും ഹാഷിമിനെ കണ്ടെത്താനായില്ല. തുടർന്ന് ഫയർഫോഴ്സും സ്കൂബ ടീമും എത്തി നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിയാണ് ഹാഷിം നീന്തുന്നതിനിടെ പുള്ളുപാടത്ത് 15 അടിയോളം താഴ്ചയിൽ അകപ്പെടുകയായിരുന്നെന്നാണ് പ്രാഥമിക വിവരം. മനക്കൊടി പുള്ളു റോഡിൽ വിളക്കുമാടം പാടശേഖരത്തിൽ വെച്ചാണ് അപകടമുണ്ടായത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
ഒറ്റപ്പാലം ബദർ വിദ്യാലയം മികവിന്റെ കേന്ദ്രമാകുന്നു. പദ്ധതി പൂർത്തീകരണം 22 രാവിലെ 10 മണിക്ക് കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത്. സ്കൂൾ കവാടത്തിന് ഒരു വശവും വാർലി പെയിന്റിംഗ് വരച്ച് ആകർഷകമാക്കി. സ്കൂൾ മതിലിൽ മഹത്വചനങ്ങൾ കുറിച്ചു. ഐ ലവ് മൈ സ്കൂൾ ബോർഡ് സ്ഥാപിക്കൽ, സ്കൂൾ ക്ലാസ് മുറികളുടെ അകവും പുറവും പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ സൃഷ്ടിക്കൽ, കമ്പ്യൂട്ടർ ലാബ് നവീകരണം, സ്പീച്ച് ലാബ് നിർമ്മാണം, ഓഡിയോളജി റൂം നിർമ്മാണം, ക്ലാസ് മുറികളിലെ ശ്രവണ പരിമിതിയുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിൽ ക്രമീകരിച്ച ക്ലാസ്, ഗ്രൂപ്പ് ഹിയറിംഗ് സിസ്റ്റം ഉപയോഗിച്ച് മോഡൽ ക്ലാസ് റൂം, ലൈബ്രറി നവീകരണം, സയൻസ് ലാബ്, സയൻസ് പാർക്ക് നിർമ്മാണം, കുട്ടികൾക്ക് കായിക പരിശീലനം നൽകുന്നതിന് ലോങ് ജമ്പ് പിറ്റ് നിർമ്മാണം, പാർക്ക് നിർമ്മാണം, തൊഴിൽ സാധ്യതയുമായി ബന്ധപ്പെടുത്തി ഫാഷൻ ഡിസൈനിംഗ് പരിശീലനത്തിന് തനിമ എന്ന പേരിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങി നിരവധി ഘടകങ്ങൾ ഉൾപ്പെടുത്തിയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. മലബാർ ഏരിയയിലെ ഏക ഗവൺമെൻറ് ബധിര വിദ്യാലയമാണിത്. സ്കൂൾ മികവിൻ്റെ കേന്ദ്രമാക്കുന്നതിനു വേണ്ടി 2024-25 അധ്യയന വർഷത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ അനുവദിച്ചു. സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യം കണക്കിലെടുത്ത് സാമൂഹികം, അക്കാദമികം, ഭൗതികം എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകി ജനകീയമായി അംഗീകാരം നേടി. ശില്പശാലയടക്കം നടത്തിയാണ് പദ്ധതി തയ്യാറാക്കിയത്. പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിച്ച സന്തോഷത്തിലാണ് സ്കൂൾ അധികൃതർ. നമ്മുടെ ഒറ്റപ്പാലം ഡഫ് സ്കൂളിനെയും മികവിൻ്റെ കേന്ദ്രമാക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതി ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുകയും അത് എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് 22-ാം തീയതി രാവിലെ 10 മണിക്ക് ഉദ്ഘാടനത്തിന് സജ്ജമാവുകയും ചെയ്തിട്ടുള്ള സന്തോഷം അറിയിക്കുന്നതിനും കൂടി വേണ്ടിയാണ് ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ നടക്കുന്ന മാറ്റത്തോടും മുന്നേറ്റത്തോടുമൊപ്പം പ്രത്യേകമായ ശ്രദ്ധ വേണ്ടുന്ന സ്കൂളുകളെ, സ്പെഷ്യൽ സ്കൂളുകളെ നല്ല നിലയിൽ പരിഗണിക്കാനും അവയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും കൂടുതൽ കുട്ടികൾക്ക്, അധ്യാപകർക്ക്, PTA ഉൾപ്പെടെയുള്ളവർക്കൊക്കെ അഭിമാനിക്കാവുന്ന നിലയിൽ അതിന്റെ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അക്കാദമിക പ്രവർത്തനങ്ങൾക്ക്, അതായത് പഠന സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു സ്പീച്ച് ലാബും, ഒരു കമ്പ്യൂട്ടർ ലാബും, ഒരു ഓഡിയോളജി റൂമും, അതുപോലെ തന്നെ സയൻസ് പാർക്ക്, സയൻസ് ലാബ് എന്നിവയും വളരെ ഈ ഡിജിറ്റലൈസ് ചെയ്ത രീതിയിൽ തന്നെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കായിക വികസനത്തിന് ആവശ്യമായിട്ടുള്ള പാർക്കും ഒരു ലോങ് ജമ്പ് പിറ്റും നമുക്ക് ഈ ഫണ്ട് ഉപയോഗിച്ച് വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ചുവര്, സ്കൂളിൻ്റെ മതിലും കവാടവും ഒക്കെ മനോഹരമാക്കുന്നതിനും പഠന അനുഭവങ്ങളിലൂടെ കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ ആ അടിസ്ഥാനത്തിൽ ചുമരുകളിൽ ചിത്രം വരച്ച് മനോഹരമാക്കുവാനും ഇതിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കെ പ്രേംകുമാർ MLA, നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, നഗരസഭാ കൗൺസിലർ M മണികണ്ഠൻ, പ്രധാനാധ്യാപിക ML മിനികുമാരി, MPTA പ്രസിഡന്റ് KP ഷമീന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരളം കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് UDF പാലക്കാട് ജില്ലാ കൺവീനർ P ബാലഗോപാൽ. പാലക്കാട് DCC സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി പത്മരാജൻ അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് രാഷ്ട്രീയ മുതലെടുപ്പിന് പ്രതിപക്ഷ സമരങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളത്തിന്റെ വികസനം അത്ഭുതപ്പെടുത്തുന്നതും അമ്പരപ്പിക്കുന്നതുമായിരുന്നേനെയെന്നും ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. വികസനമാണെങ്കിലും സാമൂഹ്യ വികസനമാണെങ്കിലും എല്ലാ സമസ്ത മേഖലകളിലെ വികസന കാര്യങ്ങളിൽ ഉമ്മൻചാണ്ടിയോടൊപ്പം നിൽക്കാവുന്ന മറ്റൊരാളുണ്ടാവില്ല. വേണമെങ്കിൽ പറയാവുന്നൊരു പേര് 71 മുതൽ 77 വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന മുഖ്യമന്ത്രി ശ്രീ അച്യുതമേനോനാണ്. ആ കാലഘട്ടമാണ് ഒരുപാട് കേരളത്തിന്റെ വികസനത്തിന് നേതൃത്വം നൽകിയ ഒരു സർക്കാരായിരുന്നു. കോൺഗ്രസ് പിന്തുണ നൽകിയ അച്യുതമേനോൻ സാറിന് CPI നമ്മുടെ കൂടിയാണ്. DCC പ്രസിഡന്റ് A തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. PV രാജേഷ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, സുധാകരൻ പ്ലാക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു. ഉമ്മൻചാണ്ടി പത്മരാജൻ സംയുക്ത അനുസ്മരണമാണ് പാലക്കാട്ട് സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാടനകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ യോഗം മുതിർന്ന നേതാവ് അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ യോഗത്തിൽ വാടാനംകുറിശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P രൂപേഷ് അധ്യക്ഷത വഹിച്ചു. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
ഒരു ദിവസമോ 2 ദിവസമോ 1 മാസമോ പറഞ്ഞാൽ നമുക്ക് ആർക്കും തീരുകയില്ല. അത്രയ്ക്ക് കാരുണ്യ സ്പർശത്തിൻ്റെ ഒരു ഉദാത്ത മാതൃകയായിരുന്നു അദ്ദേഹം. കൂടുതൽ ഒന്നും പറയുന്നില്ല. ഏറ്റവും അവസാനം അദ്ദേഹം രോഗശയ്യയിലായി അദ്ദേഹത്തിന് സംസാരം പോലും നഷ്ടപ്പെട്ട ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇപ്പം യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനം. ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി അദ്ദേഹം അവസാനമായി സംസാരിക്കുന്ന ഒരു വീഡിയോ 2 ദിവസം മുമ്പ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളെല്ലാം കണ്ടു. PM ബ്രിജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ TP രാജീവ്, TK നാരായണൻ, അസീസ്, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സുനിത, മറ്റ് മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂരിൽ INTUC ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. INTUC മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണ പരിപാടി. INTUC ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് T വിനയകുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു അനുസ്മരണ യോഗം. പ്രവർത്തകർ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തി. അനുസ്മരണ യോഗം DCC സെക്രട്ടറി K കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെയൊക്കെ പ്രിയങ്കരനായിരുന്ന ജനകീയ നേതാവായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ 2ാമത് ഓർമ്മ ദിവസമാണ് ഇന്ന് സംസ്ഥാനത്താകമാനം. ഇന്ന് കോൺഗ്രസ് മാത്രമല്ല മുഴുവൻ ആളുകളും എന്ന് തന്നെ പറയാം ഇന്ന് വളരെ വ്യസനത്തോടുകൂടി ആചരിക്കുന്ന ഒരു ദിവസമായി ഇന്ന് മാറിയിരിക്കുന്നു. DCC സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. INTUC മുൻ റീജിയണൽ പ്രസിഡന്റ് MP സുശീൽ കുമാർ, വിൻസെന്റ്, വിനോദ്, ഹരി, പാറുകുട്ടി, കാർത്തിയായനി, വത്സല, പ്രേംകുമാർ, പരമേശ്വരൻ, മോഹനൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് നമുക്കുള്ളത് ഇന്ത്യയാണെന്നും കൈവിട്ടുപോയ ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന അഖണ്ഡ ഭാരതമാണ് BMSന്റെ ലക്ഷ്യമെന്നും സംസ്ഥാന പ്രസിഡന്റ് B ശിവജി സുദർശൻ. ഭാരതത്തിന്റെ ഭാവി ശോഭനമാക്കാൻ തൊഴിലാളി വർഗത്തിന് വലിയ കടമ നിർവഹിക്കാനുണ്ടെന്നും ശിവജി സുദർശൻ. പാലക്കാട്ട് BMS യുവകാര്യകർതൃ ശിബിരം. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 1.5 മാസമായി തുടരുന്ന ഹൃദയ ശസ്ത്രക്രിയാ പ്രതിസന്ധി പരിഹരിക്കാൻ ഡോക്ടറെ സ്ഥലം മാറ്റി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. ആലപ്പുഴ, തൃശൂർ മെഡിക്കൽ കോളേജുകളിലെ കാർഡിയോ സർജർമാരെ പരസ്പരം സ്ഥലം മാറ്റി. ഉത്തരവിനെതിരെ ട്രൈബ്യൂണലിനെ സമീപിക്കുമെന്ന് തൃശൂരിലെ സർജൻ ഡോക്ടർ അഷറഫ് ഉസ്മാൻ. സംസ്ഥാനത്തെ സ്കൂൾ സമയമാറ്റം മദ്രസ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ. സമയമാറ്റം ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കാൻ. സമയമാറ്റം തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭമെന്ന് മുന്നറിയിപ്പ്. തൃശൂരിൽ കോൾപ്പാടത്ത് കുളിക്കാനിറങ്ങിയ വാടാനാംകുറിശി സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മരിച്ചത് വാടാനാംകുറിശി കളത്തിൽ തൊടി വീട്ടിൽ മുഹമ്മദ് ഹാഷിം. അപകടം പുള്ളിൽ പാടത്ത് ഇന്നലെ വൈകിട്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.